Hi, ഞാൻ അഭയ്. ഇപ്പോൾ കളർ മോഡൽസ്. A color model is a method for explaining the properties or behavior of color within some particular context. No single color model can explain all aspects of color, so we make use of different color models to help to describe the different perspective of characteristics of color. അപ്പോൾ ഒരു കളർ മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പർട്ടീസും ബിഹേവിയേഴ്സ് ഓഫ് കളേഴ്സിനാണ് കളർ മോഡൽ എന്നറിയാം. അപ്പോൾ ഒരു കളറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് കളർ മോഡൽ യൂസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടുപിടിക്കാൻ പറ്റും ഒരു കളറിൻ്റെ. അതിനാണ് കളർ മോഡൽസ് യൂസ് ചെയ്യുന്നത്. അടുത്ത് പ്രോപ്പർട്ടീസ് ഓഫ് ലൈറ്റ്സ്. ദ ലൈറ്റ് വി സീ ഈസ് എ നാരോ ഫ്രീക്വൻസി ബാൻഡ്വിഡ്ത്ത് ഇൻ ദ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. നമ്മൾ കാണുന്ന ലൈറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു നാരോ ആയിട്ടുള്ളൊരു ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രമാണ്. അതർ ഫ്രീക്വൻസി ബാൻഡ്സ് ആർ റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, IR ആൻഡ് എക്സ്റേ. അപ്പോൾ ബാക്കി വേവ്സ് എന്ന് പറയുന്നത് ഈ റേഡിയോ വേവ്സും മൈക്രോവേവ്സും ഒക്കെയാണ്. ലൈറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആയിരിക്കും. ഈച്ച് ഫ്രീക്വൻസി വാല്യൂ സി ഇൻ ദ ബാൻഡ് റെപ്രസെൻറ്റ് ഡിഫറെൻറ്റ് കളർ. നമ്മൾ കാണുന്ന ഓരോ കളറിൻ്റെ ഫ്രീക്വൻസിയും ഡിഫറെൻ്റ് ആയിരിക്കും. ലോ ഫ്രീക്വൻസി ആൻഡ് റെപ്രസെൻറ്റഡ് റെഡ് കളർ 4.3 ഹേർട്സ് ആയിരിക്കും. ലോ ഫ്രീക്വൻസി എന്ന് പറയുന്നത് റെഡിലാണ് തുടങ്ങുന്നത്, അപ്പോൾ അത് 4.3 ആയിരിക്കും. ഹയസ്റ്റ് ഫ്രീക്വൻസി വയലറ്റിനാണ്, അതായത് നമ്മളെ അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 7.5 ഹേർട്സ് ആയിരിക്കും. സ്പെക്ട്രൽ കളർ റേഞ്ച് വിത്ത് ലോ ഫ്രീക്വൻസി ആർ റെഡ്, ഓറഞ്ച്, യെല്ലോ ആൻഡ് ഹൈ ഫ്രീക്വൻസി ആർ ഗ്രീൻ, ബ്ലൂ, റെഡ്. ലോ ഫ്രീക്വൻസി ഉള്ള കളേഴ്സ് എന്ന് പറഞ്ഞാൽ റെഡ്, ഓറഞ്ച്, യെല്ലോ ആൻഡ് ഹൈ ഫ്രീക്വൻസി ഉള്ള കളേഴ്സ് ഗ്രീൻ, ബ്ലൂ, വയലറ്റ്. The light is an electromagnetic wave. Various colors can be described as either frequency for wavelength lambda for the wave. ഫ്രീക്വൻസി എഫ് യൂസ് ചെയ്തിട്ടാണ് ഫ്രീക്വൻസി ലാംഡ വേവ് ആണ്. The above figure represent the oscillation of represent in the micromagnetic wave. അതായത് EM വേവ് ആണ് നേരത്തെ കാണിച്ചത്. ഈ ഒരു ഫിഗറിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. The wavelength and frequency of the wave are inversely proportional to each other. Proportionality constant as speed of light c. അപ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് wavelength and frequency of these waves are inversely proportional to each proportionality constant of speed. C equal to lambda f ആണ് അതിൻ്റെ ഇക്വേഷൻ. C equal to lambda f. Frequency is constant for all material. Speed of light and wavelength are material department in vacuum. അതായത് വാക്വത്തിൻ്റെ അകത്ത് ഇതിൻ്റെ ലൈറ്റിൻ്റെ സ്പീഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 3 into 10 raised to, അതായത് 3 into 10 raised to 10 centimeter per second ആണ്. The highest wavelength are small so that they represent length unit of spectral color and either Armstrong. ലൈറ്റ് സ്മോൾ ആണ്, അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ആംസ്ട്രങ്ങിലോ നാനോമീറ്ററിലോ ആണ്. പിന്നെ ഈ ലൈറ്റ് അറ്റ് റെഡ് എൻഡ് ഓഫ് സ്പെക്ട്രം ഹാസ് വേവ് ലെങ്ത് ഓഫ് 700 നാനോമീറ്റർ ആൻഡ് അറ്റ് വയലറ്റ് എൻഡ് 400 നാനോമീറ്റർ. റെഡിന് 700 നാനോമീറ്ററും വയലറ്റിന് 400 നാനോമീറ്ററാണ്. സ്പെക്ട്രൽ കളർ ആർ സ്പെസിഫൈഡ് ഇൻ ടേംസ് ഓഫ് വേവ് ലെങ്ത്. സ്പെക്ട്രൽ കളേഴ്സ് എന്ന് പറയുന്നത് വേവ് ലെങ്ത് യൂസ് ചെയ്തിട്ടാണ് സ്പെസിഫൈ ചെയ്യുന്നത്. കളർ ഓഫ് ഒബ്ജക്റ്റ്. ടു പ്രൊഡ്യൂസ് വൈറ്റ് ലൈറ്റ് സോഴ്സ് സച്ച് ആസ് സൺ ഓർ ബ്ലർ emit all frequencies with visible range. When white light is inclined upon
an object, some frequency are reflected and some are absorbed. Combination of reflected light and determined color of object. If the represent of low frequency is in reflected light, the object is red. So in these cases we say that the dominant frequency of wavelength at red end of the spectrum, also hue, color or light. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ to produce light, the source such as sun or blurrer emit all frequency, അതായത് സൺ എന്ന് പറയുന്നത് എല്ലാ ഫ്രീക്വൻസി എമിറ്റ് ചെയ്യും വിസിബിൾ റേഞ്ചിൽ. വെൻ ദ വൈറ്റ് ലൈറ്റ് ഈസ് ഇൻസിഡൻറ്റ് അപ്പോൺ സം ഒബ്ജക്റ്റ് ദ ഫ്രീക്വൻസി ആർ റിഫ്ലക്റ്റഡ് ആൻഡ് സം ആർ അബ്സോർബ്. ചിലത് റിഫ്ലക്റ്റ് ചെയ്യും, ചിലത് അത് അബ്സോർബ് ചെയ്യും. ദ കോമ്പിനേഷൻ ഓഫ് റിഫ്ലക്റ്റഡ് ലൈറ്റ് ഡിറ്റർമൈൻ ദ കളർ ഓഫ് ഒബ്ജക്റ്റ്. കോമ്പിനേഷൻ റിഫ്ലക്റ്റഡ് ലൈറ്റിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഡിറ്റർമൈൻ ദ കളർ ഓഫ് ഒബ്ജക്റ്റിൻ്റെ കളറിനനുസരിച്ചിരിക്കും. If the precedence of low frequency is high in reflected light, the red, so in these cases we say the light has dominant frequency or wavelength at red end of the spectrum, also called hue or color of light. Other properties other than frequency. Brightness എന്ന് പറയുന്നത് to recognize intensity of light. ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി പറയുന്നതാണ് ബ്രൈറ്റ്നസ് എന്ന് പറയുക. സാച്ചുറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗ പ്യുവർ ദ കളർ ഓഫ് ലൈറ്റ് അപ്പിയേഴ്സ്. സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ എത്ര പ്യുവറാണ് ലൈറ്റിൻ്റെ കളർ കാണുന്നത്. പാസ്റ്റൽ ആൻഡ് പ്ലേറ്റ് കളർ ആർ ഡിസ്ക്രൈബ്ഡ് ആസ് ലെസ് പ്യുവർ. അടുത്തത് ക്രോമാറ്റിസിറ്റി. കളർ ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് പ്യൂരിറ്റി ആൻഡ് ഡൊമിനൻറ്റ് ഫ്രീക്വൻസി ആർ കളക്റ്റീവ്ലി ടേംഡ് ആസ് ക്രോമാറ്റിസിറ്റി. Two different color light source with a suitable intensity can be used to produce other range of colors. രണ്ട് different color light source with suitable intensity, same intensity, can use to produce other range of colors. വേറെ രണ്ട് റേഞ്ച് ഓഫ് കളർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. When two color sources combine to produce light, white light is known as complementary color. അതായത് രണ്ട് കളർ യൂസ് ചെയ്തിട്ട് വൈറ്റ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് കോംപ്ലിമെൻ്ററി കളേഴ്സ് എന്ന് പറയുക. എക്സാമ്പിൾ റെഡ്, സിയാൻ, ഗ്രീൻ, മെഗാറ്റൺ, ബ്ലൂ, യെല്ലോ, ഇതൊക്കെ കമ്പൈൻ ചെയ്തിട്ട് വൈറ്റ് കിട്ടും. കളർ മോഡൽസ് ദാറ്റ് ആർ യൂസ്ഡ് ടു ഡിസ്ക്രൈബ് കോമ്പിനേഷൻ ഓഫ് കളർ basis of dominant frequency uses 3 color to get wide range of color. This is called color gamut. അത് 3 കളർ യൂസ് ചെയ്തിട്ട് വൈഡ് ഫ്രീക്വൻസി ഉള്ള കളേഴ്സ് ഉണ്ടാക്കും. അതിനാണ് കളർ ഗാമുലറ്റ് എന്ന് പറയുക. ഫോർ ദാറ്റ് മോഡൽ പ്രൈമറി കളേഴ്സ് കനോട്ട് ക്രിയേറ്റ് ഓൾ വേരിയസ് വെറൈറ്റീസ് ഓഫ് കളേഴ്സ്. പ്രൈമറി കളേഴ്സ് എല്ലാ വെറൈറ്റി ഓഫ് കളേഴ്സ് ഉണ്ടാക്കാൻ പറ്റില്ല. ഫോർ ഗെറ്റിംഗ് എ certain color mix, 1 or 2 primary within that color obtain a match wide combination of remaining primaries. 1-2 കളർ മിക്സ് ചെയ്തിട്ട് അതുപോലെ വൈഡ് റേഞ്ച് കളേഴ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.